ഒരു മസ്അല മനസ്സിലാക്കാം, ഉപകാരപ്പെടും. ഇമാം സലാം വീട്ടും മുമ്പ് മറന്നുകൊണ്ടോ വിവരമില്ലായ്മ കൊണ്ടോ മസ്ബൂക്ക് എഴുന്നേറ്റു. പിന്നീട് ഇമാം സലാം വീട്ടുന്നത് വരെ സംഗതി അവൻ അറിഞ്ഞില്ല. എന്നാൽ ഇനി അവൻ എന്താണ് ചെയ്യേണ്ടത്? ഇമാം സലാം വീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മസ്ബൂക്ക് ഇരിക്കുന്നത് വരെ അവൻ കൊണ്ടുവന്ന കർമ്മങ്ങളൊന്നും, ഉദാഹരണത്തിന് ഫാത്തിഹ അവൻ ആ നൃത്തത്തിൽ ഓതി എന്ന് വെക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പരിഗണിക്കപ്പെടുകയില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഇരുത്തത്തിലേക്ക് വരണം. പിന്നീട് ഇരുന്ന ശേഷം അത് അവൻ്റെ ഇരുത്തത്തിൻ്റെ സ്ഥാനമല്ലെങ്കിൽ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇമാമിന് വേണ്ടി ഇരുന്നതായിരിക്കും, അവൻ്റെ സ്വന്തം ഇരുത്തത്തിൻ്റെ സ്ഥാനമല്ല, അങ്ങനെയുള്ള സ്ഥലമാണ് എങ്കിൽ ഉടനെ തന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കണം. അതല്ല അവൻ്റെ ഇരുത്തത്തിൻ്റെ സ്ഥാനമാണെങ്കിലോ ഉടനെ എഴുന്നേൽക്കൽ നിർബന്ധമില്ല, സാവധാനം എഴുന്നേറ്റാലും മതി എന്നർത്ഥം. മസ്അല മനസ്സിലായല്ലോ. ഇനി ഒരു സഹാബിയുടെ ദേഷ്യത്തെക്കുറിച്ച് സംസാരിക്കാം. അബൂദർ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹം ഒരു ഹൗലിൽ നിന്ന് വെള്ളത്തിൻ്റെ ടാങ്ക്, അതിൽ നിന്ന് തൻ്റെ ഒട്ടകത്തിന് വെള്ളം കുടിപ്പിക്കുകയാണ്. ആ സമയത്ത് കുറെ ആളുകൾ മഹാന്റെ സമീപത്തേക്ക് വേഗത്തിൽ വന്നു. ആ വേഗത്തിൽ വന്നത് കാരണം ആ ഹൗലിന് കേടുപാട് സംഭവിച്ചു, ക്ഷതമേറ്റു. പണ്ടത്തെ ടാങ്കല്ലേ, അതിനെ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് കേടുവരും. അങ്ങനെ അത് ക്ഷതമേൽക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിപ്പിച്ചു. ആകളുടെ ഹൗല് ഈ വന്നവർ കേടുവരുത്തി, ദേഷ്യം വന്നു. മഹാനവറുകൾ എന്താണ് ചെയ്തത്? ഉടനെ തന്നെ മഹാനവറുകൾ നിൽക്കുകയാണല്ലോ, അവർ ഇരുന്നു. പിന്നീട് അദ്ദേഹം ചെരിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ കാരണം തിരക്കിയപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഈ ദേഷ്യം പിടിക്കുമ്പോൾ ഇരിക്കണം, എന്നിട്ടും മാറിയില്ലെങ്കിൽ കിടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ടവര് അത് ചെയ്യുകയാണ്. നോക്കൂ, നമുക്ക് ഇത് അറിയാമെങ്കിലും ചെയ്യാറുണ്ടോ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ